ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. വേണ്ട, എന്റെ ലീവ് എടുക്കണോണ്ടാ? അതിനല്ല എനിക്ക് വേണ്ടെന്നാ പറഞ്ഞു. നിനക്ക് വേണ്ടേ? പിന്നെ അമ്മ ഇന്ന് വീഡിയോ ഇട്ടു. ഇനിയിപ്പോ ഒരു ദിവസം ഗ്യാപ്പ്. അല്ല, ഞായറാഴ്ച അമ്മ വീഡിയോ എടുക്കലില്ല. അതന്നെ അമ്മ ഇതിന് പോയി വന്ന് ക്ഷീണായി. ചെക്കപ്പിന് യാത്രയൊക്കെ ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്ത് കുറച്ച് പർച്ചേസ് അതൊക്കെ ചെയ്തു. അതായത് വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിക്കാനൊക്കെ പോയി. വെയിലല്ലേ, അപ്പൊ വയ്യാതെ തോന്നി. പിന്നെ നമ്മുടെ തന്നെ ആഭരണങ്ങളായ ദിവസം രാവിലെ നീക്കാനൊരു മടി. അപ്പൊ നീക്കരുതും നേരം വൈകി. എല്ലാം കൂടി ആയപ്പോ ഒരു ക്ഷീണമായപ്പോ പൊതുവേ ഈ വേനൽ വന്ന് എനിക്കൊരു ക്ഷീണമുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, പ്രഷറോ ഷുഗറോ അതൊക്കെ നോർമലാണ്. പക്ഷെ എന്നാലും പൊതുവെ ഈ വേനൽക്കാലം വന്ന ഒരു ക്ഷീണമുണ്ട്. അത് ഈ പൊതുവേ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ക്ഷീണം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ യഥാർത്ഥ ആഭരണമായ മരുന്ന് പെട്ടിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു അല്ലേ. നമ്മുടെ ശരിക്കുള്ള ആഭരണം ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ എന്താണ്? മെഡിസിന്റെ വലിയൊരു ബോക്സ് അല്ലേ. അതെന്തിനാണ്? അമ്മക്ക് ഉഷാറ് വരാൻ വേണ്ടിയിട്ടാണ്. അതിൽ നോക്കുമ്പോൾ അമ്മക്കൊരു ദേഷ്യം ഉണ്ട്. ആ ബോക്സിലേക്ക് നോക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലമ്മ. പക്ഷെ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ഒരുപാട് പറയും. ചേനപ്പേരി വെക്കാന്ന് നമുക്ക് കേട്ടോ. കുറേ ദിവസമായി ചേനപ്പേരി വെച്ചിട്ട് ഞാൻ മാത്രമേ കൂട്ടുള്ളൂ. എന്നാലും ഞാൻ അത്ര എടുത്തു. ഓക്കെ, ചേന കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കരിഞ്ഞ് വെച്ചു. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് നാളികേരക്കൊത്ത്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് മനസ്സിലായി അത്രയുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, എണ്ണ, മഞ്ഞൾ, ഉപ്പ്. എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടാവട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ശ്രദ്ധിക്കുക അമ്മ. എന്താ വെച്ചാൽ അമ്മയുടെ എപ്പോഴും വിചാരം എന്താ പറയുക, ഞാൻ എന്ത് ചോദ്യം ചോദിച്ചാലും അതിലൊരു കൊത്രാക്കുള്ളി ഉണ്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലെടുത്ത്. കൊത്രാക്കുള്ളി ഒന്നുമല്ല കേട്ടോ, നല്ലൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ ചിരിച്ച് നിൽക്കണം അമ്മേനെ ഒന്ന് നുള്ളി നോക്കുക എന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ അമ്മ ഇപ്പോൾ കുട്ടികളെ കണ്ടില്ല, ചില കുട്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ കുട്ടികളെ എണിക്കാൻ വേണ്ടി ചില അമ്മമാരങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുട്ടിയെ കിടക്കുമ്പോൾ ഉണർത്തെ വന്നിട്ട്, ഞാനല്ല നമ്മൾ കുട്ടികളായി കിടക്കുമ്പോൾ. അതോ കണ്ട സ്വാർത്ഥത. അവനെ ആർക്ക് 10 വയസ്സാവുമ്പോ? ആഹാ, ഇതൊക്കെയായിരുന്നു നമ്മുടെ വിനോദം അല്ലേ. ചെറിയ കുട്ടികളെ അയ്യോ, ക്രൂര മനസ്സാണ് കേട്ടോ നമ്മുടെ ക്രൂര മനസ്സ്. കുട്ടികളെ കരയിച്ചിട്ട സ്നേഹം കാണാൻ ഞങ്ങളെ മറ്റേ അങ്ങനെ ചെയ്തിട്ടുണ്ടോമ്മ? ഇല്ല. അതെന്താ ചെയ്യേണ്ടിരുന്നത്? അതൊന്നുമല്ല, അവനവന്റെ ആവുമ്പോ വേണ്ട വെച്ചിട്ടുണ്ടാവുമ്മ. അതന്നെ അമ്മ ഇങ്ങോട്ട് മുഖത്ത് കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയാം അതന്നെയാണ്. അതൊരു നല്ല സ്വഭാവമാണോ അമ്മ? അപ്പൊ 10 വയസ്സ് വരെ എൻ്റെ അമ്മയ്ക്ക് ബുദ്ധി ഇല്ല. 10 വയസ്സല്ല, 15 വയസ്സ് വരെ ബുദ്ധിയില്ല. സമ്മതിച്ചല്ല, എനിക്ക് അതിലൊരു സമാധാനമുണ്ട്. അമ്മ സ്വയം ബുദ്ധിയില്ലാന്ന് അമ്മ അങ്ങോട്ട് സമ്മതിച്ച തന്നെയാണ് അമ്മ. 100കണക്കിന് ഇന്നലകൾ നമുക്ക് കഴിഞ്ഞില്ലേ. ഇനി എത്രയോ നാളുകൾ വരാൻ കിടക്കുന്നു. പക്ഷേ കഴിഞ്ഞു പോയ ഇന്നലകളില്ലേ, ഇപ്പം പറയാൻ നോക്ക് അമ്മ, ഒന്ന് ചിന്തിക്ക്. കഴിഞ്ഞു പോയ ഇന്നലകളിൽ വരാനുള്ള നാളുകളെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെന്ന് വെച്ചാൽ എങ്ങനെ വരും, ഏത് രീതിയിൽ വരും, എന്തായിരിക്കും ആർക്കും അറിയാത്തത് കൊണ്ട്. പക്ഷെ നമുക്കറിയാം ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. നാളുകൾ നമുക്ക് ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. പക്ഷെ കഴിഞ്ഞു പോയ ഇന്നലകളിൽ അമ്മയ്ക്ക് നേടാൻ പറ്റാത്തതും നഷ്ടപ്പെട്ടു പോയി തിരിച്ച് കിട്ടാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് നഷ്ടപ്പെടാത്തതും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടതും. എത്ര കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, അമ്മേനെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളുടെ കയ്യിലുണ്ടെങ്കിലും അമ്മയ്ക്ക് നേടിത്തരാൻ പറ്റാത്ത ഒന്നുണ്ട്. അങ്ങനെ ഒന്നുണ്ട്. എന്താ അറിയോ, ഞങ്ങളൊക്കെ എത്ര വിചാരിച്ചാലും
അപ്പം നമ്മുടെ കയ്യിൽ തന്നെ കുറേ കാശുണ്ടായാലും ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടായാലും നമ്മൾ എങ്ങനെ തന്നെ വിചാരിച്ചാലും അമ്മയ്ക്ക് സന്തോഷം കിട്ടുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. അത് അമ്മയ്ക്ക് നേടിത്തരാൻ പറ്റുകയില്ല. എന്താണെന്നോ? വെരി സിമ്പിൾ അമ്മ. അതെന്തോ ഇടാൻ പോയില്ല, അത് ഇട്ടോളൂ. വെളുത്തുള്ളി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു, നാളികേരക്കൊത്ത് ഇട്ടു, കറിവേപ്പില ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ചേന ഇട്ടു. ഇപ്പം നോക്ക്, ഞങ്ങൾ അച്ഛനും അമ്മേനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. എന്താ കാരണം? നിങ്ങൾ ഞങ്ങളെ വളർത്തി പഠിപ്പിച്ചു, സ്നേഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. അപ്പം ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കേണ്ട കയ്യിലൊരു സ്വാർത്ഥതയുണ്ടോ? നിങ്ങൾ തന്നതിൻ്റെ ഒരു കാൽഭാഗ്യങ്ങൾ തിരിച്ചു തരാൻ സാധിക്കട്ടെ എന്നുള്ള ചിന്തയും കൊണ്ടാണ് ഞങ്ങൾ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല. അതിൽ ഉണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തിരി സ്വാർത്ഥത ഉണ്ടോ? അപ്പോൾ ഒരു ഇത്തിരി സ്വാർത്ഥത ഉണ്ടോ? ഞങ്ങൾ ജനിച്ച പിന്നെ നിങ്ങൾ ജീവിക്കാൻ തന്നെ മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങൾ ജീവിച്ച എല്ലാ നിമിഷങ്ങളും ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങൾക്ക് മേടിച്ചു തരാൻ പറ്റും. എന്താണ്? ആഭരണം മേടിച്ചു തരാൻ പറ്റും, വസ്ത്രം മേടിച്ചു തരാൻ പറ്റും, വേണമെങ്കിൽ എവിടെയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും, അമ്മേനെ സന്തോഷിപ്പിക്കാൻ പറ്റും. പക്ഷെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നുണ്ട്, അതിന് തിരിച്ചു തരാൻ പറ്റുകയില്ല. എന്നാൽ ഞങ്ങൾക്കുണ്ട് ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി കേട്ടോ. ഇത്രേ വേണ്ട. ഇതൊക്കെ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് ഇട്ടു ആൾക്കാര്, ഇനി ഇത്തിരി കുരുമുളകും കൂടി ഇടും. അപ്പം പിന്നെ ഇതിന് കൂടുതലത് എന്താ പറയുക, ഇത് ഇങ്ങനെ വേണട്ടെ. എന്നാ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് അമ്മയ്ക്ക് പങ്കിട്ട് തരാനും പറ്റില്ല. ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ എന്തും അമ്മയ്ക്കാണല്ലോ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇതുള്ളതിനെ അമ്മയ്ക്ക് പങ്കിട്ട് തരാനും പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താ അറിയോ? ഞാൻ പറഞ്ഞില്ലേ, വസ്ത്രം മേടിച്ചു തരാൻ പറ്റും, എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റും, സ്വർണം മേടിച്ചു തരാൻ പറ്റും, നല്ല ഭക്ഷണം മേടിച്ചു തരാൻ പറ്റും, അമ്മേനെ പൊന്നുപോലെ നോക്കാൻ പറ്റും, ഇതൊക്കെ പറ്റും. പക്ഷെ എന്നാലും ഞങ്ങളുടെ കയ്യിലുള്ളൊരു സംഭവം, അതിന് അമ്മയ്ക്ക് പങ്കിട്ട് തന്നിട്ട് നമ്മുടെ ആ വിഷമം മാറ്റാൻ പറ്റുകയില്ല. ഇപ്പം അമ്മ ചെറുപ്പത്തിൽ നുള്ളി കരയിച്ചില്ലേ കുട്ടികളെ, അതുപോലെ ഞാനത് നുള്ളി കരയിക്കുക. അതാണമ്മ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം മറന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്നുള്ള സന്തോഷം. അത് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ 2 മക്കൾക്ക് അതുണ്ട്, നിങ്ങൾക്കതില്ല. എത്ര കോടി രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അമ്മയ്ക്ക് ആ സന്തോഷം നമുക്ക് മേടിച്ചു തരാൻ പറ്റും. ഒരമ്മേനെ സന്തോഷപ്പെടുത്തുന്നത്, അച്ഛനെ സന്തോഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് കാണുന്ന കടയിൽ കിട്ടുന്നതും മേടിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് മേടിച്ചു തരാൻ പറ്റും. പക്ഷെ ഒരിക്കലും മേടിക്കാൻ പറ്റാത്തത്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിലൊരു സ്വാർത്ഥതയുണ്ട്. കാരണം നിങ്ങൾ ഞങ്ങളെ നോക്കിയത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ നോക്കുന്നത്. പക്ഷെ അവരങ്ങനെയല്ലല്ലോ, അവർ നിങ്ങളല്ലേ നോക്കിയത്. ആ നിധിയെ, ആ സ്വർഗത്തെ, ആ സ്വപ്നത്തെ, ആ സത്യത്തെ നിങ്ങൾക്ക് മേടിച്ചു തരാൻ പറ്റുമോ ഈ മക്കളെ കൊണ്ട്? അപ്പോൾ മക്കൾ സമ്പൂർണ്ണമായി ഞാൻ എല്ലാം നേടി, എൻ്റെ അച്ഛനമ്മയ്ക്ക് എല്ലാം നൽകിയെന്ന് പറയുമ്പോൾ നൽകാൻ പറ്റാത്തൊരു സമ്പത്ത് ഈ മക്കളിൽ നിന്നല്ല, സൃഷ്ടിച്ച ദൈവത്തിന് കൂടി ഒരു പ്രാവശ്യം കൂടി നൽകാൻ പറ്റാത്ത അത്രയും വലിയൊരു നിധിയെ ആർക്ക് നൽകാൻ പറ്റും? ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരം അതാണ്. എന്ന് വെച്ചാൽ കണ്ണൊന്നും അറിയാതെ നനഞ്ഞു പോയില്ലേ? ആ അറിയാതെ കണ്ണൊന്ന് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നനഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ അമ്മയ്ക്ക്? ആ കണ്ണൊന്ന് നിറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ലോകത്ത് സ്നേഹമില്ല എന്നുള്ളതാണ്. അമ്മയ്ക്ക് എന്തൊക്കെയോ മേടിച്ചു കൊടുക്കുമ്പോൾ, എന്തൊക്കെയോ അമ്മേനെ സ്നേഹിക്കുമ്പോൾ, അമ്മയുടെ സേവകൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. എന്തറിയോ? അമ്മേനെ സ്നേഹിച്ച് അമ്മയ്ക്ക് തിരിച്ച് അധികാരത്തോടെ ഒരു മക്കളോടടക്കം ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് വിഷമാവുമെന്ന് എൻ്റെ അമ്മ ഒന്ന് ചിന്തിക്കും. സത്യമാണ്, എൻ്റെ അമ്മ എന്നല്ല, ലോകത്തുള്ള മുഴുവൻ അമ്മമാരും അച്ഛന്മാരും ചിന്തിക്കും. എൻ്റെ മക്കൾ വലുതായി, അവരോട് എന്ത് പറയണം, എന്ത് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടും, എന്ത് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടില്ല, അവൻ എന്ത് ഇഷ്ടമാണോ അത് മാത്രം ചെയ്യാനാണ് അച്ഛനമ്മ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ എന്തും ചെയ്യാൻ അധികാരമുള്ള ഒരു ജന്മങ്ങളായിരുന്നു അവരല്ലേ? ആ നിധിയെ തിരിച്ചു വരുത്തരാൻ പറ്റുമോ? ആ നിധിയെ ഓർമ്മയിലോടുകൂടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ അമ്മയ്ക്ക് തിരിച്ചു തന്നുകൊണ്ടേയുണ്ട്. അതെന്തിനാണെന്നറിയോ? അച്ഛനും അമ്മേനെ സ്നേഹിക്കുന്ന ഏതൊരു മക്കളും അവരെ സൃഷ്ടിച്ച അച്ഛനും അമ്മേനെ അതേപോലെ സ്നേഹിക്കണം. കാരണം നിങ്ങളെ ഞങ്ങൾക്ക് തന്ന എന്താ പറയുക, ദൈവത്തിൻ്റെ അവതാരമാണ് അവർ. അപ്പോൾ അവർ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അവർ ഉണ്ട് എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വൃത്തിയും കൊണ്ടേ ഉണ്ടാവണം. ഇപ്പം പറയും ഞാൻ മണ്ടനാണോ? അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ആരുടേത്തേനും പോയിട്ട് എൻ്റെ മക്കൾ വളരെ നന്നായിട്ട് നോക്കും, എല്ലാം നൽകും, 100% കറക്റ്റാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. 100% കറക്റ്റാവാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല.
നമുക്ക് നമ്മുടേതായ സ്വാർത്ഥതകളുണ്ടാവും. ആ സ്വാർത്ഥത ഇഷ്ടത്തിനും അനുസരിച്ച് അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ മാത്രമാണ് തിരിച്ച് അച്ഛനമ്മയ്ക്ക് സ്നേഹം കിട്ടുന്നത് എന്ന് പറയുമ്പോൾ തെറ്റായി പോവോ? ഞാനടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും അവനവൻ്റെ സന്തോഷത്തിൻ്റെ ഒപ്പം അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ മാത്രമല്ലേ അച്ഛനമ്മേനെ സമ്പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നത്. എൻ്റെ ഇഷ്ടക്കേട് മാത്രം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അമ്മ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കൊണ്ടല്ലേ ഞാൻ അമ്മേനെ ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും അതല്ലേ സത്യം. നിങ്ങൾ ചിന്തിക്കില്ലേ, ഈ ഭക്ഷണമാണ് എൻ്റെ മകന് ഇഷ്ടം, ഇങ്ങനെ സംസാരിച്ചാലേ എൻ്റെ മകന് ഇഷ്ടാവുള്ളൂ, ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ മകന് ഇഷ്ടാവില്ല എന്നുള്ള ചിന്തയും കൊണ്ടല്ലേ നിങ്ങൾ എന്നും പെരുമാറുന്നത്. ആണോ അല്ലേ? അപ്പോൾ സ്നേഹം നൽകിയിട്ടല്ലേ നിങ്ങൾ സ്നേഹം തിരിച്ചു മേടിക്കുന്നത്. അതിന് ചുമ്മാ നിങ്ങൾക്കാരും സ്നേഹം വാരിക്കോരൊന്നും തരുന്നില്ലല്ലോ. അപ്പോൾ മക്കളൊന്നും മുഴുവനും 100% ആത്മാർത്ഥമായിട്ട് നിങ്ങളെന്നും സ്നേഹിക്കില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ സ്നേഹം നൽകിയതിൻ്റെ 1/3 മാത്രമേ ഞാനടക്കം വരുന്ന മക്കൾ നൽകുള്ളൂ, നൽകാൻ പറ്റുള്ളൂ, നൽകാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ അടിയറവ് പറഞ്ഞില്ലേ, സന്തോഷമായില്ലേ, തോറ്റില്ലേ? അപ്പോഴും ഞാനൊരു കാര്യം പറയാം, സ്നേഹത്തിന് മുമ്പത്തില്ല ഈ തോൽവി ഉണ്ടല്ലോ, ഇതിനെക്കാട്ടിലും വലിയൊരു വിജയം ഈ ലോകത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ശരശയിൽ കിടന്ന ഭീഷ്മരെ കണ്ടിട്ടുണ്ടോ? ആയുധം അല്ല കേട്ടിട്ടുണ്ടോ? ഓ തമാശ. അപ്പോൾ എല്ലാം കീഴടങ്ങി സത്യം ധർമ്മം ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങനെ കടന്ന കടത്തിൽ ആ വേദനകൾ അനുഭവിക്കുമ്പോഴും നന്മ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനത്തെ തോൽവികളുണ്ടല്ലോ, അങ്ങനത്തെ തോൽവികളൊക്കെ വിജയത്തിന് തുല്യമാണ്. മനസ്സിലായോ? ഇപ്പം ഞാൻ അമ്മയുടെ മുമ്പത്ത് തോറ്റു വന്നത് ഏത് ഭാവത്തിലാണ്? സ്നേഹഭാവത്തിലാണ്. സ്നേഹഭാവത്തിലുള്ള ഓരോ തോൽവികളും 1000 വിജയത്തിന് തുല്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നൂറ്റിക്കണക്കിന് ഇന്നലകൾ കഴിഞ്ഞു പോയി, എത്രയോ ഇന്നലകൾ കഴിഞ്ഞു പോയി, ഇനി എത്രയോ നാളുകൾ നമുക്ക് വരാൻ കിടക്കുന്നു. പക്ഷെ ഇന്ന് ഈ നിമിഷം ജീവിക്കുക എന്നുള്ളതാണ്. ആ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ നഷ്ടപ്പെട്ട് ഒരിക്കലും കിട്ടാത്ത മഹത്തായ നിധിയെപ്പറ്റി മാതാപിതാക്കളില്ലാത്തവരെല്ലാവരും ഒരു നിമിഷം നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം അവൻ്റെ സ്മരണയിൽ നിങ്ങളൊരു നിമിഷം കണ്ണെടുത്ത് പ്രാർത്ഥിച്ച സത്യം പറയുക, നിങ്ങളെ സൃഷ്ടിച്ച ദൈവം അടക്കം നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. സത്യമല്ലേ? ഇനിയിപ്പോൾ നമ്മുടെ കഥയ്ക്ക് ഞാനത് തടസ്സം നിൽക്കുന്നില്ല. ഓക്കെ? അപ്പോൾ ഇപ്പം അമ്മ 10 വയസ്സായ കുട്ടീനെ നുള്ളി നോവിച്ച പോലെ ഞാൻ എൻ്റെ അമ്മേനൊന്ന് നുള്ളി നോവിച്ചോ. പക്ഷെ ആ നോവിലൊരു സുഖമുണ്ടോ? അവരൊന്ന് ഓർത്തോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ മകൻ ഇത്രയെങ്കിലും വിവരം ഉണ്ടല്ലോ, മൺമറിഞ്ഞു പോയി ഇത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ അവരെ എൻ്റെ മകൻ പോലും ഓർക്കുന്നുണ്ടല്ലോ എന്നൊരു നിമിഷം അമ്മ ചിന്തിച്ചോ? ആ ചിന്തയിലമ്മ നന്മയുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ കഥ പറയാം അല്ലേ? ഒരു നാട്ടില് ഒരുപാട് കൃഷിക്കാരാണ് അവിടെ കൂടുതൽ. ഏതാണ്ട് ഒരു കൃഷി ഉള്ള സ്ഥലമാണത്. അപ്പോൾ ഒരുപാട് കൃഷിക്കാരുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് എന്താന്ന് പറഞ്ഞാൽ ഈ കൃഷിക്കാരില് ചിലര് എന്തോ ഒരു തെറ്റ് ചെയ്തു. അത് ഇന്ദ്രദേവന് ഇഷ്ടപ്പെട്ടില്ല. ഇന്ദ്രദേവൻ എന്ത് ചെയ്തു? അവർക്കൊരു ശാപം കൊടുത്തു. കാരണം 12 വർഷത്തേക്ക് ഇവിടെ മഴ പെയ്യില്ല. അപ്പൊ എന്താവും? ഒരു പുല്ല് മുളക്കരുത്, മഴ പെയ്തില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ 12 വർഷം വരെ ഇങ്ങനെയെന്ന് ശപിച്ചു. അപ്പൊ അവരൊരു ഇന്ദ്രദേവന്റെ ശാപം എങ്ങനെയെങ്കിലും മാറ്റണം പറഞ്ഞ് ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്തി വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിച്ചു, ഇന്ദ്രദേവ, ഞങ്ങളെന്തോ അറിയാതെ ചെയ്തു പോയ തെറ്റ് ചിലത്, അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ തന്നല്ലോ ശാപം, അതുകൊണ്ട് ഈ ശാപം എങ്ങനെയെങ്കിലും നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പട്ടിണിയാകുമ്പോൾ സത്തു, കൃഷി ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുക? അതാണ് ശബ്ദം പോയി. എന്റെ നേരത്തെ പറച്ചിൽ കേട്ടിട്ടുണ്ട് അമ്മയുടെ. അപ്പൊ അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞപ്പോ ഇന്ദ്രദേവൻ പറയും, ഞാൻ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും. നമുക്ക് ശപിക്കാൻ മാത്രമേ അറിയുള്ളൂ, തിരിച്ചെടുക്കാനൊന്നും നമുക്കറിയില്ല, നമുക്ക് അതാണ് സ്വഭാവം. മനസ്സിലായി? ഇന്ദ്രദേവൻ പറയും, എനിക്ക് പറ്റില്ല, ദേവനായിട്ടൊരു കാര്യമില്ല. നിങ്ങള് പരമശിവനെ പ്രീതിപ്പെടുത്തി, പരമശിവൻ ഇതിൽ എന്താ പറയാ, ഡമറു എന്ന് പറയും, എന്താ പറയാ, ഉടുക്ക് എന്ന് പറയും മലയാളത്തിൽ. പരമശിവന്റെ കയ്യില് ഡകടകടകടകാന്ന് അടിക്കുന്ന സംഭവം. എനിക്കത് ഡമറു അതിന്റെ ഡമറുക എന്ന് പറയും ഹിന്ദിയില്. ഡമറു അതാണ്, അത് ഉടുക്കാണെന്ന് തോന്നുന്നുണ്ട് മലയാളത്തിൽ എനിക്ക്. ആ സാധനം അവരിങ്ങനെ പരമശിവൻ അതുകൊണ്ട് ശബ്ദം അത് തട്ടിപ്പറിച്ചിട്ട് വരണ അപ്പൊ നിങ്ങൾക്ക് മഴ പെയ്യുന്നു. പരമശിവൻ ശബ്ദം ശിവൻ അത് അടിക്കില്ലേ, എന്താ പറയാ, ഇങ്ങനെ മനസ്സിലായി, അതിന്റെ ശബ്ദം കേൾക്കില്ലേ, അപ്പൊ നിങ്ങൾക്ക് മഴ പെയ്യും. പരമശിവന്റെ കയ്യിലുള്ള ഡമറു എന്നാണോ അടിക്കണത് ആ നിമിഷം നിങ്ങളുടെ നാട്ടിലേക്ക് മഴ പെയ്യും. അപ്പൊ എന്ത് പറയൂ,
ഇവര് പരമശിവനെ പറ്റി പഠിച്ചു. പരമശിവൻ വന്നു. പരമശിവൻ വരുന്നതിന് മുമ്പ് ഈ ദേവേന്ദ്രൻ എന്ത് ചെയ്തറിയോ? അതെ, പരമശിവന്റെ അടുത്ത് പോയി ഇതൊക്കെ പറഞ്ഞു, ഉപായമൊക്കെ പറഞ്ഞു കൊടുത്ത ആള് പരമശിവന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ കൊടുത്ത ശാപം അത് ഫലിക്കണം, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട്. എത്ര വർഷത്തേക്കാണ് ശാപം? 12 വർഷം. അപ്പൊ മഹാദേവ, നിങ്ങൾ ഉടുക്ക് കൊട്ടരുത്, 12 വർഷം വരെ കൊട്ടരുത്. അപ്പൊ ഡമറ് കൊട്ടരുത്, ചതിയൻ എന്ന് പറയും. അപ്പൊ ശിവന് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആള് ശാപം കൊടുത്തിട്ട് അതിനെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ആ സമയത്താണ് ഈ കർഷകരൊക്കെ കൂടി ശിവനെ ഭജിച്ച് പ്രീതിപ്പെടുത്തി. അങ്ങനെ ശിവൻ പ്രത്യക്ഷമാകുമ്പോൾ പറയും, അയ്യോ ദേവേന്ദ്രൻ ഇങ്ങനെ ചെയ്തതല്ലേ, അതിൽ എനിക്ക് മാറ്റാൻ പറ്റില്ല, നിങ്ങൾ ആ 12 വർഷം നിങ്ങൾ ക്ഷമിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവർക്ക് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ശിവൻ പ്രത്യക്ഷനായല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. ആ സമയത്ത് ഒരു കർഷകൻ ആ നാട്ടിൽ എന്താ അറിയോ? എല്ലാ ദിവസവും നിത്യേന ചെയ്യുന്ന ഈ കൃഷി ഇടത്തിൽ എന്തൊക്കെ ചെയ്യും? എന്താ പറയാ, കിളക്കല്, പൂട്ടല്, പിന്നെ വിത്ത് വിതക്കല്, ഇതൊക്കെ ചെയ്യും. മഴ പെയ്യോ പെയ്യില്ലേ. ആളിത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരു ദിവസം പോലും ഇയാള് അത് നിർത്തുന്നില്ല. അപ്പൊ പറയും, നിനക്കെന്താ ഭ്രാന്താണോ? 12 വർഷം മഴ പെയ്യാത്ത ഈ സ്ഥലത്ത് നീ ഈ ജോലിയൊക്കെ എന്തിനാ ചെയ്യുന്നത്? അല്ല, 12 വർഷം മഴ പെയ്യാണ്ടിരിക്കുന്ന സമയം വരെ ഞാൻ കാത്തിരുന്ന നിത്യേന ഞാൻ ചെയ്യുന്ന ഈ ജോലി ഞാൻ മറന്നുപോയാലോ? കൃഷിപ്പണി മറന്നുപോകും. ഞാൻ ഈ പണി ചെയ്യാണ്ട് 12 വർഷം വരെ ഞാൻ ഈ പണി ചെയ്യാണ്ടിരുന്ന ചിലപ്പോൾ ഞാൻ ഈ കൃഷിപ്പണി മറന്നുപോയാലോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്നത്തെ പോലെ ദിവസം അത് ചെയ്യൂ. ആ 12 വർഷം വരെ എനിക്ക് ഈ ജോലി മറക്കരുത്. ഞാൻ ഇത് ചെയ്യണത് ഒന്നും തെറ്റരുത്. മഴ പെയ്യാണ്ടിരിക്കേ ഒരു പുല്ല് പോലും മുടച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. എന്താ പറഞ്ഞാൽ ഇത് ചെയ്യണത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ജോലി മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതൊരു ജോലി അറിയുള്ളൂ. അപ്പൊ ഇത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ പാർവതി ദേവി ഇതൊക്കെ കേൾക്കുമ്പോൾ പാർവതി ദേവിക്ക് മനസ്സിലൊരു വിഷമം, മാതാവാണല്ലോ. അയ്യോ, ഇത്രയും പേരൊക്കെ വെറുതിരിക്കുമ്പോൾ ആ ഒരു കർഷകൻ എല്ലാ ദിവസവും തൻ്റെ നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നും ചെയ്യണ പോലെ മഴ പെയ്യുന്ന സമയത്ത് ചെയ്യുമ്പോൾ സമയത്തിന് വിത്ത് വരയ്ക്കുന്നു, നിലം അതിനെ കുത്തി അങ്ങനെ മെതിക്കുകയൊക്കെ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണല്ലോ എന്ന് വന്നിട്ട് ശിവനോട് പോയിട്ട് പറയും, മഹാദേവ, അതേ ആ 12 വർഷം വരെ മഴ വരില്ല എന്ന് പറഞ്ഞിട്ടും ആ കർഷകൻ കണ്ടോ നിത്യേന അവൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടോ എന്ന് പറയും. അതെന്തിനാണെന്നറിയോ? കർഷകൻ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അത് ശരിയാണല്ലോ എന്ന് പറയും. അപ്പൊ മഹാദേവ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഉടുക്ക് കൊട്ടല് നിങ്ങൾ ഈ 12 വർഷം വരെ കൊട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് മറന്നുപോയാലോ? പാർവതി വല്ലാത്ത പോയിന്റായി പോയി. ഉടുക്ക് തന്നെയല്ലേ ഡമറ് ഉടുക്ക്, അതൊക്കെ മനസ്സിലാവും. അപ്പൊ അത് മറന്നുപോയാലോ എന്ന് പറയും. അപ്പൊ ശിവന് പെട്ടെന്ന് ഒന്നും ആലോചിക്കേണ്ട, ആ ഉടുക്കെടുത്തിട്ടുണ്ട് ശബ്ദം. എന്തിനറിയോ? ഇത് അനങ്ങുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അനങ്ങുണ്ടോന്ന് അറിയാൻ അത് ശബ്ദിക്കണ്ടോ നോക്കി. അതങ്ങട് മഴ പെയ്തു. അപ്പൊ കണ്ടില്ലേ, നിത്യം ചെയ്യുന്ന തന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രതിഫലം അത് നമുക്ക് ഭഗവാൻ തരും. നമ്മുടെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ 1000 തടസ്സങ്ങൾ നമ്മുടെ മുമ്പത്തുണ്ടാവും. പക്ഷെ നമ്മുടെ പ്രയത്നം നിർത്താൻ പാടില്ല. അതിങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഉണ്ടാവണം. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ കർഷകൻ ചെയ്ത പോലെ അവനവൻ്റെ പണി ചെയ്തുകൊണ്ടേ ഉണ്ടായി. ശിവന് സംശയം വന്നു. കുറേ വർഷം ആ ഉടുക്കിൻ്റെ ശബ്ദം കേൾക്കാത്ത ശിവൻ പാർവതി മാതാവ് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഉടുക്കിൻ്റെ ശബ്ദം വിട്ട് പോയോ എന്നിട്ട് ഒന്ന് ഇടയ്ക്ക് നോക്കി. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, നടക്കില്ല എന്നുള്ള കാര്യം കൂടിയും സതത പ്രയത്നത്തോടു കൂടി നടക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തെന്നെ തടസ്സങ്ങൾ നമ്മുടെ മുമ്പത്ത് വന്നുകൊണ്ടുണ്ടെങ്കിലും നടക്കണം എന്നുള്ളതിന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടേ ഉണ്ടാവണം. പ്രയത്നിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്നൊരു സത്യം മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മളിതാ പോയി അവിടെ തോൽവി സംഭവിച്ചു, ഇനിയൊന്നൊരു തോൽവി സംഭവിച്ചു, അത് കാരണം ആ വഴിക്ക് നമ്മൾ ഇനി പൂല്ലാന്നതിൻ്റെ ഉള്ളതിന് പകരം വീണ്ടും പ്രയത്നിക്കേണ്ടതാണ് ജീവിതം. ജീവിതം അവസാനിക്കുന്നില്ല. അപ്പോൾ ജീവിതം അവസാനിക്കുന്ന കാര്യം വരെ പ്രയത്നം ഒരിക്കലും നിർത്തരുതെന്നാണ് ഈ കഥയുടെ സാരാംശം. 12 വർഷം ശാപം അവിടെ നീങ്ങി കിട്ടിയില്ലേ? അതാണ് തൻ്റെ സ്വയപ്രയത്നം കൊണ്ട് തൻ്റെ ഒരു വിശ്വാസം, തനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യട്ടെ, പ്രതിഫലം എന്തോ ആവട്ടെ എന്നുള്ള ഒരു ധാരണ. മഴ പെയ്യോ പെയ്യാതിരിക്കുകയോ അവിടെ ഞാൻ ഇത്രയും അധ്വാനിച്ചൊരു പുല്ല് പോലും മുടക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, എൻ്റെ കർമ്മത്തെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഫലം കിട്ടുന്നുള്ള വിശ്വാസം ആ കർഷകനുണ്ടായിരുന്നു. ആ വിശ്വാസം കൈലാസനാഥനടുത്ത് വരെ എത്തി.
പാർവതി മാതാവിൻ്റെ മനസ്സ് പേരെ അലിഞ്ഞു. അപ്പം അതാണ് എത്ര തന്നെ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ആലോചിച്ച് നോക്ക്, ആ ഒരു നാട്ടില് ഒരു കർഷകനെ കൊണ്ട് ആ നാട് മുഴുവൻ ഒന്നായില്ലേ. അതേപോലെ ഒരു മനുഷ്യൻ മതി മറ്റുള്ളവരെ എല്ലാവരെയും കരകയറ്റാം. അപ്പോൾ ദുരിതങ്ങളൊക്കെ പെരുമഴയോടെ പെയ്താലും തളരാതെ പ്രയത്നങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് ആവട്ടെ ഇന്നത്തെ കഥ അല്ലേ. അപ്പോൾ അത് ഭക്തിക്കും ആവാം, നമ്മുടെ ശ്രദ്ധയ്ക്കും ആവാം, നമ്മുടെ തൊഴിലിനും ആവാം. എന്താ അതെ അതെ, എല്ലാത്തിനും ആവാം. അപ്പൊ കണ്ടില്ലേ ഉപ്പേരിയാണ് നമ്മുടെ. അപ്പോൾ എന്തായാലും ഇതിനെക്കാളിലും പവർഫുള്ളായിട്ട് എൻ്റെ അമ്മ പറയണ്ടായിരുന്നു. ആ പറയുന്ന സമയത്ത് അമ്മയുടെ മാതാപിതാക്കളെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോൾ സന്തോഷം കൊണ്ട് ഒരു ദുഃഖം വന്നു എൻ്റെ അമ്മയ്ക്ക്. ആ ദുഃഖത്തിന് ഒരു രസമുണ്ട് അല്ലമ്മ, ഇടയ്ക്ക് അവരൊക്കെ ഓർക്കാനും അത് ഓർമ്മിപ്പിക്കാൻ ഒരു പേരക്കുട്ടി ഉണ്ടാവാന്ന് പറയാനും അതൊക്കെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പേരക്കുട്ടികളുണ്ട്. അവരിലൊക്കെ എത്ര പേര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കണ പോലും ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഉണ്ടോ അല്ലേ? നിങ്ങളുടെയൊക്കെ അച്ഛനെ നിങ്ങളുടെയൊക്കെ അമ്മേനൊക്കെ എത്ര പേരക്കുട്ടികൾ ഓർക്കുണ്ടാവും? അപ്പോൾ അതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും സ്വന്തം അച്ഛനും അമ്മേനെ ഓർക്കാനേ അവർക്ക് സമയമില്ല. അപ്പോൾ അതൊക്കെ ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയണ്ടെങ്കിൽ അതിന് എനിക്കൊരു സ്വാർത്ഥതയുണ്ട്. അതാ വീണ്ടും സ്വാർത്ഥത ചോദിക്കുക എന്താണ് എപ്പോഴും സ്വാർത്ഥത കൊണ്ട് നടക്കണം. എത്രയും നല്ലൊരു അമ്മേനെ എവിടെ നോക്ക്, വെറുതെ പറയല്ല കേട്ടോ, ഞാൻ ചെവിയിൽ പൂ വയ്ക്കാന്നൊന്നും പറയരുത്. ഇത്രയും നല്ലൊരു അമ്മേനെ എനിക്ക് തന്നല്ലേ അവർ, പിന്നെ അവരെ എനിക്ക് ഓർക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ സ്വാർത്ഥത. എന്താ വേണ്ട മോനെ നിനക്കെന്ന്, നിനക്ക് എന്താ വേണ്ട പറ, അത് ഞാൻ തന്നിരിക്കും അല്ലേ. അപ്പൊ ഇതായോ? ഇതാണ് ഇന്നത്തെ ചേന ഉപ്പേരി മെഴുക്കുവരട്ടി. ദയവ് ചെയ്ത് ഇത് കൂട്ടി കഴിക്കാൻ പിടിച്ചാൽ നിങ്ങൾ വരരുത്. പരിപ്പ് തളിക്കുകയാണ്, കുത്തി തളിക്കാന്ന് പറയുന്നത്. അത് ഇവന് ഇഷ്ടമാണ്. പരിപ്പ് കുത്തി തളിക്കാന്ന് പറഞ്ഞാൽ ഇവന് ഭയങ്കര ഇഷ്ടം. കുത്തി തളിക്കാന്ന് പറഞ്ഞാൽ അറിയാലോ, ഉണക്കമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുത്തുക, എണ്ണയിലിടുക, പരിപ്പ് വേവിച്ചിട്ട് അതിനോട് പൊട്ടുക, കുറച്ച് മല്ലിയില കറിവേപ്പിലൊക്കെ ഇടുക. അതാണ് ഇന്നത്തെ. ഇന്ന് വേറെ ഒന്നുമില്ല കേട്ടോ. ഇന്ന് എന്തായാലും നിങ്ങൾ ചേനി അതും കൂട്ടാൻ വരണ്ട. അതൊന്നും കൂട്ടാൻ വേണ്ടി നിങ്ങൾ വണ്ടി വിളിച്ച് വന്നിട്ട് നഷ്ടാവും, വരണ്ട. അതന്നെ, സ്നേഹം കൊണ്ട് കൊടുത്ത സ്നേഹമാണ് വരുന്നത്. സ്നേഹമാണ് അമ്മ എല്ലാത്തിന്റെ ആധാരം അല്ലേ. കൂട്ടിക്കോടാ. എന്താ അറിയോ, നമ്മുടെ ആധാർ കാർഡ് കണ്ട നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ സ്നേഹം കണ്ട നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞു നിൽക്കട്ടെ. തിന്നും. അമ്മ എന്നോട് നിർബന്ധിച്ചാൽ ഞാൻ എന്ത് കൂട്ടി ചോറുണ്ട്, ഉറപ്പാണ്. അതൊക്കെ ചിലപ്പോ പറഞ്ഞത് വരും. ഇല്ലമ്മ വാക്കായിരുന്നു. അത് എന്നോ കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മ. അപ്പൊ ഞാൻ എന്നും വിളമ്പിനേക്കാൾ ഒരിത്തിരി അമ്മ എന്താ അറിയാണ്ട് ചോറ് കൂടുതൽ പറ്റില്ല. കൊല്ലാണ്ട് കൊല്ലിയാണ് അങ്ങനത്തെ സാധനമാണിത്. അപ്പൊ ഓക്കേ ബൈ. കണ്ട അമ്മ വിളിച്ചില്ല, അമ്മക്ക് മനസ്സിലായി ഇതൊന്നും കൂട്ടാൻ നിങ്ങൾ ആരും വരില്ല എന്നുള്ളത് മനസ്സിലായില്ലേ. അതാണ് വിളിക്കാണ്ടത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ബൈ.